എല്ലാവർക്കും നമസ്കാരം. ഇന്ന് എത്തിയിരിക്കുന്നത് ഒരു മാതൃകാ ചോദ്യപേപ്പറുമായിട്ടാണ്. മാതൃകാ ചോദ്യപേപ്പർ എന്ന് പറഞ്ഞാൽ PSC പരീക്ഷയിൽ ചോദിക്കുന്ന എല്ലാ വിഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങളല്ല ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെയോ മുൻപ് നടന്നിട്ടുള്ള PSC പരീക്ഷകളിൽ ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള വൊക്കാബുലറി ചോദ്യങ്ങൾക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ചോദ്യപേപ്പറാണ്. ഈ വൊക്കാബുലറി എന്നുള്ളതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെന്റബിൾ ആയിട്ടുള്ള ഒരു പരിഭാഷയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ശബ്ദകോശാധിഷ്ഠിതം എന്നാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. അത് വൊക്കാബുലറിയുടെ മലയാളമായിട്ട് കൊടുത്താണ്. ഇനി വരുന്ന പരീക്ഷയിൽ ചിലപ്പോൾ വൊക്കാബുലറിയുടെ പരിഭാഷ ചോദിച്ചാലോ എന്ന് വിചാരിച്ച് അത് ഇവിടെ ഉൾപ്പെടുത്തിയതാണ്. വൊക്കാബുലറി എന്ന ഇംഗ്ലീഷ് പദത്തിന് പല മലയാളം പരിഭാഷകളും ഉണ്ട്. ഇപ്പോൾ പദസഞ്ചയം, പദകോശം, അങ്ങനെ പല 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 പരിഭാഷകളുണ്ട്. അതിലൊന്നാണ് ശബ്ദകോശാധിഷ്ഠിതം. ഇവിടെ സ്യൂട്ടാകുന്നത് ഇതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇതിവിടെ ഉൾപ്പെടുത്തിയത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. മാതൃകാ ചോദ്യ പേപ്പർ വൊക്കാബുലറി പാർട്ടിൽ നിന്നും നമ്മുടെ പരീക്ഷയ്ക്ക് പലയാവർത്തികളിലായി ചോദിച്ചിട്ടുള്ള ഏതാനും ചോദ്യങ്ങളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് നിങ്ങളൊരു പേപ്പറും പേനയുമായിട്ടിരുന്നാൽ വളരെ നല്ലതായിരിക്കും. കാരണം 10 ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം ഞാൻ ചോദ്യവും അതിൻ്റെ ഉത്തരവും മാത്രം പറഞ്ഞു പോകാം. അതിനുശേഷം നമ്മൾ വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും കടക്കും. അപ്പോൾ ഈ 10 ചോദ്യങ്ങൾക്ക് എത്ര എണ്ണത്തിന് ശരിയായി ഉത്തരം എഴുതാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നറിയുന്നതിന് വേണ്ടി കൂടി ഇത് സഹായകമാകും. മലയാള പഠനത്തിൽ നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം നിർണ്ണയിക്കാനും ഈ ഒരു സെഷൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഉത്തരം പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ ഉത്തരം മാർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നാമത്തെ ചോദ്യം ഇതാണ്: കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം എന്താണ്? ഓപ്ഷൻ എ അപ്രസക്തമായത് പ്രതിപാദിക്കുക. ഓപ്ഷൻ ബി വേട്ടയാടാൻ പോവുക. ഓപ്ഷൻ സി കാണാതെ പോയത് അന്വേഷിക്കുക. ഓപ്ഷൻ ഡി മറ്റുള്ളവരെ അകാരണമായി ഉപദ്രവിക്കുക. ഇതിലേതാണ് ശരിയായ ഉത്തരം? കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ ശരിയായ അർത്ഥം, അല്ലെങ്കിൽ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ ഏറ്റവും ചേർന്ന് നിൽക്കുന്ന അർത്ഥം ഏതാണ് എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. ഉത്തരം കിട്ടിയോ? ഉത്തരം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല, ആലോചിക്കാൻ സമയം വേണം എന്നാണെങ്കിൽ വീഡിയോ പോസ് ചെയ്യുക. അതിനുശേഷം മാത്രം ഉത്തരം മാർക്ക് ചെയ്തതിന് ശേഷം മാത്രം വീഡിയോ തുടർന്ന് കാണുക. ഞാൻ ഉത്തരം പറയാൻ പോവുകയാണ്. ശരിയായ ഉത്തരം ഓപ്ഷൻ എ ആണ്. അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്നാണ് കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം. ഇത് ഇംഗ്ലീഷിൽ നിന്ന് വന്നതാണ്. ടു ബീറ്റ് അബൌട്ട് ദി ബുഷ് എന്നൊരു പ്രയോഗം എവിടെയുമുണ്ട്, ഇംഗ്ലീഷിലുമുണ്ട് അല്ലേ? അതായത് കൃത്യമായിട്ട് എവിടെയാണ് ഇരിക്കുന്നത് എന്ന് നമുക്കറിയില്ല, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാവുന്നത് വച്ചുകൊണ്ട് ആ ചോദ്യത്തെ നേരിടാൻ ഒരു ശ്രമം നമ്മൾ നടത്തും. അതിനെയാണ് എന്തോ പറയുന്നത്? ശൈലിയായിട്ട് കാടും പടലും തല്ലുക എന്ന് പറയുന്നത്, ഇംഗ്ലീഷിൽ ബീറ്റ് അബൌട്ട് ബുഷ് എന്ന് പറയുന്നത്. കൃത്യമുത്തരമായിരിക്കില്ല, എന്നാൽ എന്തെങ്കിലുമൊക്കെ ബന്ധം അതുമായിട്ട് ഉണ്ടാകും താനും. അപ്രസക്തമായത് പ്രതിപാദിക്കുക എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് കാടും പടലും തല്ലുക. കിട്ടിയല്ലോ. രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായം അല്ലാത്തത് ഏത്? ഈ പര്യായ പദങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സമാന പദങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ചോദ്യം കൃത്യമായി വായിച്ചു നോക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചിലപ്പോൾ ചോദ്യത്തിൽ എന്ത് കൊടുത്തിട്ടുണ്ടാകാം? ശരിയായ ഉത്തരമേത്, ശരിയല്ലാത്ത ഉത്തരമേത്, തെറ്റായ ഉത്തരമേത്, തെറ്റില്ലാത്ത ഉത്തരമേത്, അങ്ങനെ 4 തരത്തിലാണ് പരീക്ഷയിൽ ചോദ്യം വരിക. അപ്പോൾ ഇതിൽ ഏതാണ് തന്നിട്ടുള്ളത് എന്ന് കൃത്യമായി വായിച്ചു നോക്കിയിട്ട് എന്ത് ചെയ്യാവുള്ളൂ? എ അല്ലെങ്കിൽ ബി അല്ലെങ്കിൽ സി അല്ലെങ്കിൽ ഡി മാർക്ക് ചെയ്യാവൂ. ഇപ്പൊ പര്യായം അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പരീക്ഷയ്ക്ക് ധൃതി പിടിച്ച് എക്സാം ഹാളിൽ ഇരുന്നുകൊണ്ട് ഈ ചോദ്യം വായിക്കുമ്പോൾ നമ്മൾ എന്തേ കാണുകയുള്ളൂ? ചുവടെ കൊടുത്തിരിക്കുന്നതിൽ കാക്കയുടെ പര്യായം ഏത് എന്നേ നമ്മൾ വായിക്കുകയുള്ളൂ. ധൃതി പിടിച്ച് വായിക്കുമ്പോൾ നമുക്കത് അങ്ങനെ തോന്നും. അതുകൊണ്ട് നല്ലതുപോലെ ചോദ്യം വായിച്ചു നോക്കിയിട്ട് ഉത്തരം എഴുതാൻ ശ്രദ്ധിക്കുക. വീണ്ടും ചോദ്യത്തിലേക്ക് വരാം. കാക്കയുടെ പര്യായം അല്ലാത്തത് ഏത്? ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, വിശ്വകേതു. ഇതിലേതാണ് കാക്കയുടെ പര്യായം അല്ലാത്ത പദം എന്നതാണ് ചോദ്യം. ഉത്തരം കിട്ടിയോ? ഞാൻ ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. വിശ്വകേതു എന്നുള്ളത് കാക്കയുടെ പര്യായമല്ല. ബാക്കി 3ഉം എന്താണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ചോദ്യം ഇതാണ്: ചുമ എന്നർത്ഥം വരുന്ന പദം ഏതാണ്? കല്യം, കലിക, കൽപ്പകം, കാസം. ഇതിലേതാണ് ചുമയുടെ പര്യായമായിട്ട് ഉപയോഗിക്കാവുന്ന പദം?
ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. കാസം എന്നത് ചുമയുടെ പര്യായമാണ്. ഹിന്ദിയിൽ നിന്ന് മലയാളത്തിലേക്ക് കടന്നു വന്നിട്ടുള്ള പദമാണ് ഖാസ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അതെന്ത് തന്നെയാണ്? ചുമ തന്നെയാണ്. ഇംഗ്ലീഷിൽ കഫ് അല്ലേ, അതാണ് ചുമയാകുന്നത്. അപ്പോൾ കാസം എന്നുള്ളത് ചുമയുടെ പര്യായമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: കൂട്ടത്തിൽ പെടാത്തതേത്? അർത്ഥം കൊണ്ടോ മറ്റേതെങ്കിലും കാരണം കൊണ്ടോ ഇതിൽ 3 വാക്കുകൾ ഒരു വിഭാഗത്തിൽ പെടുത്താമെങ്കിൽ ഇതിൽ ഒരാൾ മാത്രം വേറിട്ട് നിൽക്കുന്നയാളാണ്. ആ ആളെ കണ്ടെത്താനാണ് ചോദ്യം. കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആദർശം, ദർപ്പണം, കണ്ണാടി, കൈതവം. ഇതിൽ ഏതോ ഒരു വാക്ക് മാത്രം കൂട്ടത്തിൽ പെടുന്നില്ല, വേറിട്ട് നിൽക്കുന്നയാളാണ്. ആരാണെന്ന് മനസ്സിലായോ? ഉത്തരം പറയട്ടെ. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൈതവം എന്നുള്ളതാണ്. ബാക്കി 3 വാക്കുകളും കണ്ണാടിയുടെ പര്യായമാണ്. കൈതവം എന്ന വാക്കിന് കള്ളം എന്നാണ് അർത്ഥം. കിട്ടിയല്ലോ? അപ്പോൾ കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി, കൈതവമാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: സമാന പദമേത്? ഇനൻ. ഇനൻ എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? അത് തന്നെയാണ് ഈ ചോദ്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാറ്റാണോ, തീയാണോ, വെയിലാണോ, സൂര്യനാണോ? ഇനൻ എന്ന വാക്കിന്റെ അർത്ഥമായിട്ട് ഇതിൽ ഏതിനെ പരിഗണിക്കാം? പറയട്ടെ ഉത്തരം. ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, സൂര്യന്റെ പര്യായമാണ് ഇനൻ എന്നുള്ളത്. കിട്ടിയല്ലോ? 6ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്, പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് എന്താണ്? ആയോധന കലയുടെ പരിശീലനം, ആരാധനയുടെ പ്രാധാന്യം, വിളവിൻ്റെ സമൃദ്ധി, അധ്വാനത്തിൻ്റെ മഹത്വം. ചിലപ്പോൾ നമ്മൾ ഒരുപക്ഷെ കേട്ടിട്ടില്ലാത്ത ശൈലി അല്ലെങ്കിൽ പഴഞ്ചൊല്ലാണെങ്കിൽ പോലും അതിൽ നല്ലതുപോലെ ഇരുത്തി വായിച്ചാൽ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചേറ്റ് എന്ന് പറഞ്ഞാൽ ചേറാണ്, ചെളിയാണ്. ചെളി ഏറ്റവും അധികം നമുക്ക് കാണാൻ സാധിക്കുന്നത് പാടത്താണ്, ആണല്ലോ. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. ചോറ്റ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചോറ് തന്നെയാണ്, ചോറ്. അതായത് നല്ലതുപോലെ പാടത്തു പണിയെടുത്താൽ നമുക്ക് എന്ത് ചെയ്യാം? നല്ലതുപോലെ ആഹാരം കഴിക്കാം എന്നാണ് ഈ ചൊല്ലിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം എന്ന് ഇരുത്തി വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഒരുപക്ഷെ ഈ പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലാത്തവർക്ക് പോലും അങ്ങനെ ഒരു അർത്ഥം ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ഈ 4ൽ ഏതിനോട് ചേർന്നാണ് ഈ ശൈലി നിലകൊള്ളുന്നത്? കിട്ടിയിട്ടുണ്ടാകും അല്ലേ? തീർച്ചയായും അധ്വാനത്തിൻ്റെ മഹത്വമാണ് ഈ ചൊല്ലിലൂടെ നമുക്ക് വ്യക്തമാകുന്നത്. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം. കിട്ടിയല്ലോ? കാര്യം മനസ്സിലായല്ലോ? അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നു. ചോദ്യം ഇതാണ്: ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഇതിന്റെ പരിഭാഷ എന്ത് എന്നതാണ് ചോദ്യം. ഓപ്ഷൻ എ വിതച്ചത് കൊയ്യും, ഓപ്ഷൻ ബി ഗുണം വിത്തിലറിയാം, ഓപ്ഷൻ സി വിത്ത് ഗുണം 10 ഗുണം, ഓപ്ഷൻ ഡി വിതയ്ക്കുന്നവനുണ്ടോ കൊയ്യുന്നു. ഇതിൽ ഏതാണ് ഈ ശരിയായ പരിഭാഷ? ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. ഏതാണ് ശരിയായ പരിഭാഷ? നമ്മൾ കൂടുതൽ കേട്ടിട്ടുള്ളത് ഏതായിരിക്കും? ആസ് യു സോ ഷാൽ യു റീപ്പ്. അതായിരിക്കും നമ്മൾ കൂടുതലും കേട്ടിട്ടുണ്ടാവുക. എന്താണ് അതിൻ്റെ പരിഭാഷ? ബൈബിൾ വചനമാണ്. വിതച്ചതേ കൊയ്യൂ അല്ലേ? ആസ് യു സോ ഷാൽ യു റീപ്പ് എല്ലാവരും തന്നെ കേട്ടിട്ടുണ്ടാകും. അതുകൊണ്ട് ഈ ഒരു പരിഭാഷ വായിച്ചു നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മനസ്സ് എന്ത് വിളിച്ചു പറയും? ഇത് വിതച്ചതേ കൊയ്യൂ എന്നുള്ളതിൻ്റെ പരിഭാഷയാണെന്ന് പറയും. പക്ഷെ അങ്ങനെയാണോ എഴുതിയിരിക്കുന്നത്? ആസ് ദി സീഡ് സോ ദി സ്പ്രൗട്ട്. അപ്പോൾ എന്താണോ വിത്ത് അത് തന്നെയായിരിക്കും മുള, അല്ലെങ്കിൽ വിത്തിലുള്ളതാണ് മുളയിലും കാണാനാവുക എന്നാണ് ഈ ഇംഗ്ലീഷ് ഇഡിയം കൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഫ്രേസ് കൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് നിൽക്കുന്നത് ഏതാണ്? വിതച്ചത് കൊയ്യുമാണോ? ഗുണം വിത്തിലറിയാമെന്നാണോ? വിത്ത് ഗുണം 10 ഗുണമാണോ? വിതയ്ക്കുന്നവനുണ്ടോ കൊയ്യുന്നു ഇതാണോ? ഏതാണ് ശരിയായ പരിഭാഷ? ഇത് കാര്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എളുപ്പത്തിൽ പരിഭാഷപ്പെടുത്താൻ സാധിക്കും. ശരിയായ ഉത്തരം വിത്ത് ഗുണം 10 ഗുണം. ആസ് ദി സീഡ് സോ ദ സ്പ്രൗട്ട്. വിത്ത് എങ്ങനെയുള്ളതാണോ അതിനനുസരിച്ചായിരിക്കും മുള അല്ലെ? പാരമ്പര്യത്തിനനുസരിച്ചായിരിക്കും ഒരു വ്യക്തിയുടെ പ്രകൃതി എന്നൊക്കെയുള്ള അർത്ഥം നമുക്ക് പറയാം. അപ്പോൾ വിത്ത് ഗുണം 10 ഗുണം ആ ആശയത്തോടാണ് ആസ് ദ
സീഡ് സോ ദ സ്പ്രൗട്ട് എന്ന ഇംഗ്ലീഷ് ഫ്രേസ് ചേർന്ന് നിൽക്കുന്നത്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. എട്ടാമത്തെ ചോദ്യം ഇതാണ്. സഹജം എന്ന വാക്കിന്റെ വിപരീത പദമാണ് കണ്ടെത്തേണ്ടത്. രഹിതം, പരാർജിതം, ആർജവം, ആർജിതം. ഇതിൽ ഏതാണ് സഹജം എന്ന വാക്കിന്റെ വിപരീതം? ഇത് പെട്ടെന്ന് എക്സാം ഹാളിൽ ഇരുന്ന് വായിച്ചു നോക്കുമ്പോൾ ഈ സഹജം നമുക്ക് സഹിതം എന്ന് വായിക്കാനായിട്ടുള്ളൊരു പ്രേരണയുണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിപരീതം രഹിതമാണ് എന്ന് തോന്നാനുള്ള സാധ്യതയും ഉണ്ടാകും, അല്ലേ? ചിലർക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടാവില്ല, പക്ഷെ ഇത് കേൾക്കുന്ന കുറച്ചു പേർക്കെങ്കിലും സഹിതം രഹിതം എന്ന് തോന്നാൻ സാധ്യതയുണ്ട് കേട്ടോ. എല്ലാവരുടെയും കാര്യമല്ല പറയുന്നത്. തുടക്കക്കാർക്കെങ്കിലും ഇങ്ങനൊരു പ്രശ്നം സംഭവിക്കാറുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഒരു 10 സെക്കൻഡ് ചോദ്യം വായിച്ച് നോക്കിയിട്ട് ഓപ്ഷനിലൂടെ കടന്നു പോയിട്ട് ഒന്ന് കൂളായിട്ട് എന്ത് ചെയ്യാവുള്ളൂ, ശരിയായ ഉത്തരം മാർക്ക് ചെയ്യാവൂ. ഇത് സഹിതം എന്നല്ല എഴുതിയിരിക്കുന്നത്, സഹജം എന്നാണ് എഴുതിയിരിക്കുന്നത്. സഹജം എന്ന് പറഞ്ഞാൽ എന്താണ്? ജനിച്ചപ്പോഴേ ഉള്ളത് അല്ലെങ്കിൽ തുടക്കത്തിലേ ഉള്ളത് എന്നാണ്. അതിൻ്റെ വിപരീതം ഏതാണ്? രഹിതം, പരാർജിതം, ആർജവം, ആർജിതം. ഏതായിരിക്കും ശരിയായ ഉത്തരം? ശരിയായ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആർജിതമാണ്. സഹജം എന്ന് പറഞ്ഞാൽ ജനിച്ചപ്പോഴേ ഉള്ളത്. ആർജിതം എന്ന് പറഞ്ഞാലോ ആർജിച്ചെടുത്തത്, നേടിയെടുത്തത്. ആദ്യം ഇല്ലാതിരുന്നത് പിന്നീട് നേടിയെടുത്തത് എന്ന അർത്ഥത്തിലാണ് ആർജിതം എന്ന വാക്ക് ഉപയോഗിക്കുക. അപ്പോൾ സഹജത്തിന്റെ വിപരീതം ഏതാണ്? ഓപ്ഷൻ ഡി, ആർജിതമാണ് ശരിയായ ഉത്തരം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം ഇതാണ്. ശ്രോതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം കണ്ടെത്താനാണ്. ശ്രോതി, ശ്രോതിണി, ശ്രോത്രി, ശ്രോതിക. ഇതിലേതാണ് ശ്രോതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം? കേൾക്കുന്നവൻ എന്നർത്ഥം വരുന്ന പദമാണ് ശ്രോതാവ്. അപ്പൊ കേൾക്കുന്നവൾ എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? ശ്രോതി എന്ന് പെട്ടെന്ന് ഉത്തരം പറയാനൊരു ടെൻഡൻസി നമുക്കുണ്ടാകും. പക്ഷേ ശരിയായ ഉത്തരം അതല്ല. ശരിയായ ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ശ്രോത്രിയാണ്. കേൾക്കുന്നവൾ എന്ന അർത്ഥം വരുന്ന പദം ഏതാണ്? ശ്രോത്രി ആണ്. ശ്രോതി എന്നൊരു വാക്ക് മലയാളത്തിൽ ഇല്ല. കിട്ടിയല്ലോ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടി. 10ാമത്തെ ചോദ്യം ഇതാണ്. പൊൻ അധികം കുടം. ഇത് ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? പൊന്നും കുടം, പൊൻകുടം, പൊന്നിൻ കുടം, പൊൽക്കുടം. ഇതിൽ ഏതാണ് ശരിയായ പ്രയോഗം? പൊൻ അധികം കുടം സമം ഏതാണ്? ശരിയായ ഉത്തരം കിട്ടിയോ? ഉത്തരം പറയാൻ പോകുന്നു. നമ്മൾ ഇന്ന് കുട്ടികളെ കൊഞ്ചിക്കുമ്പോൾ നീ എൻ്റെ പൊന്നും കുടം അല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അപ്പൊ പൊൻ അധികം കുടം പൊന്നും കുടമാണോ? തീർച്ചയായിട്ടുമല്ല. പിന്നെയോ? പൊൽക്കുടമാണ് ശരിയായ ഉത്തരം. പൊൻ അധികം കുടം പൊൽക്കുടമാണ്. കേരളപാണ്ഡ്യ AR രാജരാജവർമ്മയുടെ കേരളപാണ്ഡ്യത്തിൽ ഈ വാക്ക് തന്നെ ഉദാഹരണമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടൊരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളപാണ്ഡ്യത്തിൽ നിന്ന് മിക്കവാറും നമ്മുടെ പരീക്ഷകളിൽ ചോദ്യം വരാറുണ്ട്. പൊൻ അധികം കുടം പൊന്നും കുടം അല്ല, പൊൽക്കുടമാണ് എന്ന് തിരിച്ചറിയുക. കിട്ടിയല്ലോ. യെസ്. അപ്പോൾ 10 ചോദ്യങ്ങളുടെയും ഉത്തരം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. ഇതാണ് ഉത്തര സൂചിക. 1ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 2D, 3D, 4D, 5D, 6D, 7C, 8D, 9C, 10D. ഇങ്ങനെയാണ് ഉത്തര സൂചിക. അപ്പോൾ 10 ചോദ്യങ്ങളുടെ ഉത്തരത്തിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ശരിയാക്കാൻ സാധിച്ചു എന്ന കാര്യം കമന്റ് ചെയ്യുക. മലയാള പഠനത്തിൽ നാം എവിടെ എത്തി നിൽക്കുന്നു എന്ന് സ്വയം തിരിച്ചറിയാൻ നിങ്ങളെ ഇത് സഹായിക്കും. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. നമ്മളിനി എന്തിലേക്ക് കടക്കുകയാണ്? വിശദാംശങ്ങളിലേക്കും വിശദീകരണങ്ങളിലേക്കും. എന്തുകൊണ്ട് ബാക്കിയുള്ള 3 ഓപ്ഷനുകൾ ഉത്തരമായില്ല, അല്ലെങ്കിൽ ആ 3 ഓപ്ഷനുകളുടെ വിശദീകരണം എന്താണ് തുടങ്ങിയ കാര്യങ്ങൾ നമുക്കൊന്ന് അവലോകനം ചെയ്യാം. നോക്കാം. 1ാമത്തെ ചോദ്യം എന്തായിരുന്നു? കാടും പടലും തല്ലുക എന്ന ശൈലിയുടെ അർത്ഥം അപ്രസക്തമായത് പ്രതിപാദിക്കുക. ടു ബീറ്റ് അബൌട്ട് ദി ബുഷ്, അല്ലെ? ആ അർത്ഥത്തിലാണ് ആ ശൈലി പ്രയോഗിക്കുന്നത് എന്ന് പറഞ്ഞു. ഇത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില ശൈലികൾ, അതായത് സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതും അധികം പേർക്കും ഉത്തരം എഴുതാൻ സാധിക്കാതെ പോയതുമായ ചില പ്രയോഗങ്ങളുണ്ട്. അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏഴാങ്കൂലി, അവനൊരു എസ്പേഡ് ഏഴാങ്കൂലിയാണ് എന്നൊക്കെ ചിലർ പരിഹസിക്കാറുണ്ട്, അല്ലേ? എന്താണ് ഈ ഏഴാങ്കൂലി എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്? അംഗീകാരമില്ലാത്തവൻ, ആരാലും പരിഗണിക്കപ്പെടാതെ പോകുന്നവൻ എന്നുള്ള അർത്ഥത്തിലാണ് ഏഴാങ്കൂലി എന്ന ശൈലി പ്രയോഗിക്കുന്നത്. മറ്റൊന്ന് നോക്കിക്കേ, അട്ടിപ്പേറ്. അട്ടിപ്പേറ് എന്ന ശൈലിയുടെ അർത്ഥം ഇത്
നമ്മുടെ ആധാരത്തിൻ്റെ അല്ലെ ആധാരം പ്രമാണം ഇതൊക്കെ എഴുതുന്ന ഭാഷയിൽ ഉപയോഗിക്കുന്നതാണ് കേട്ടോ. അട്ടിപ്പേറായിട്ട് കിട്ടിയ വസ്തു എന്നൊക്കെ പ്രയോഗിക്കാറുണ്ട്. എന്താണ് അട്ടിപ്പേർ? സ്വന്തവും ശാശ്വതവുമായിട്ടുള്ളത്. ആ അർത്ഥത്തിലാണ് അട്ടിപ്പേർ എന്ന ശൈലി പ്രയോഗിക്കുന്നത്. മറ്റൊന്ന് ആലത്തൂർ കാക്ക. ഒരു കാലത്ത് LDC പരീക്ഷയിൽ പതിവായി ചോദിക്കുന്ന ശൈലിയായിരുന്നു ആലത്തൂർ കാക്ക. ആലത്തൂർ കാക്ക ആരാണ്? ആശിച്ച് കാലം കഴിക്കുന്നവൻ. ഒരുപാട് നേടിയെടുക്കാൻ സാധിക്കുമെന്ന ആഗ്രഹം അതിയായിട്ടുണ്ടാകും, പക്ഷെ ഒന്നും നേടിയെടുക്കാൻ സാധിക്കില്ല. അങ്ങനെ തന്നെ ജീവിതം അവസാനിക്കും. അങ്ങനെയുള്ളവരെയാണ് എങ്ങനെ പരിഹസിക്കാറുള്ളത്? ആലത്തൂർ കാക്കകൾ എന്ന് പരിഹസിക്കാറുള്ളത്. മറ്റൊരു ശൈലിയാണ് ഇലവു കാത്ത കിളി. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ഫലമില്ലാത്ത കാത്തിരിപ്പ്. അതിയായ ആഗ്രഹത്തോടു കൂടി കാത്തിരുന്നു, പക്ഷേ ആഗ്രഹിച്ചതൊന്നും തന്നെ കിട്ടിയില്ല, അല്ലെങ്കിൽ ആ കാത്തിരിപ്പ് വെറുതെയായിപ്പോയി. അങ്ങനെ പാഴായി പോയൊരു ജീവിതത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ശൈലിയാണേത്? ഇലവു കാത്ത കിളി കേട്ടോ. ഇലവു കാത്ത കളിയല്ല, ഇലവു കാത്ത കിളി എന്നാണ് ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത്. ഇലവു കാത്ത കിളി. ഈ ശൈലിയുടെ അർത്ഥമാണ് ഫലമില്ലാത്ത കാത്തിരിപ്പ്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. കാക്കയുടെ പര്യായമല്ലാത്തതേത് എന്നതായിരുന്നു ചോദ്യം. വിശ്വകേതു ആണ് ശരിയായ ഉത്തരം. ചിരഞ്ജീവി, ഏകദൃഷ്ടി, ബലിബുക്ക്, ഇത് മൂന്നും ആര് തന്നെയാണ്? കാക്കയുടെ തന്നെ പര്യായമാണ്. ചിരഞ്ജീവി എന്ന വാക്കിന് ചിരകാലം ജീവിച്ചിരിക്കുന്നത്, മരണമില്ലാത്തത് എന്നാണ് ചിരഞ്ജീവി എന്ന വാക്കിൻ്റെ അർത്ഥം. കാക്ക അസുഖം വന്ന് മരിക്കാറില്ലത്രേ. കാക്കയെ ഒന്നുമില്ലെങ്കിൽ കറണ്ട് കമ്പിയിലിരിക്കുമ്പോൾ കറണ്ട് അടിച്ച് ചത്തുപോകും, അല്ലെങ്കിൽ ഏതെങ്കിലും പട്ടിയോ പൂച്ചയോ വന്ന് അതിനെ കൊല്ലും. അല്ലാതെ അസുഖം പിടിച്ച് ഏതോ ഒരു സിനിമയിൽ പറയുന്നത് പോലെ വയസ്സായി ചത്ത ഒരു കാക്ക പോലും ഇല്ല എന്ന് പറയുന്ന അവസ്ഥയാണ്. അതുകൊണ്ടാണ് മരണമില്ലാത്തത് എന്നർത്ഥം വരുന്ന ചിരഞ്ജീവി എന്ന വാക്ക് കാക്കയുടെ പര്യായമായിട്ട് ഉപയോഗിക്കുന്നത്. ഏകദൃഷ്ടി. കാക്കയുടെ ഒരു കണ്ണിന് മാത്രമാണ് അത്രേ കാഴ്ചയുള്ളത്. ഇതിന് ശാസ്ത്രീയമായ അടിസ്ഥാനമുണ്ടോ എന്ന കാര്യം സംശയമാണ്. രണ്ട് കണ്ണിൽ കൂടി മാത്രമാണ് ബൈനോക്കുലർ വിഷൻ സാധ്യമാകുന്നത്. പക്ഷേ കാക്കയുടെ ഒരു കണ്ണുകൊണ്ട് തന്നെ ബൈനോക്കുലർ വിഷൻ സാധ്യമാകുന്നു. കാക്കയുടെ മറ്റേ കണ്ണിന് കാഴ്ചയില്ല. അതുകൊണ്ടാണ് കാക്ക തല വെട്ടിച്ചുകൊണ്ട് ഒരു കണ്ണുകൊണ്ട് തന്നെ മൊത്തം കാഴ്ചയും ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. ആ അർത്ഥത്തിലാണ് കാക്കയെ എന്ത് വിളിക്കുന്നത്? ഏകദൃഷ്ടി എന്ന് വിളിക്കുന്നത്. ബലിബുക്ക് എന്ന് വിളിക്കാൻ കാരണം എന്താണ്? ഹൈന്ദവ വിശ്വാസ പ്രകാരം മരണാനന്തര ചടങ്ങിന് അല്ലെ ആത്മാക്കൾ കാക്കയുടെ രൂപത്തിൽ വന്ന് ബലിച്ചോറ് കൊത്തി തിന്നുന്നു എന്നാണ് സങ്കല്പം. അതിന്റെ അടിസ്ഥാനത്തിൽ ബുക്ക് എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താണ്? ഭുജിക്കുന്നത്, ആഹരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ബുക്ക് എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. സസ്യ ബുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? സസ്യാഹാരം കഴിക്കുന്നത്. മാംസ ബുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? മാംസാഹാരം കഴിക്കുന്നത്. അപ്പൊ ബലി ബുക്ക് എന്ന് പറഞ്ഞാൽ ആരാണ്? ബലിച്ചോറ് കഴിക്കുന്നത് എന്ന അർത്ഥത്തിലാണ്. ആ അർത്ഥത്തിൽ ബലി ബുക്ക് എന്നുള്ളതും എന്തായി തീരുന്നു? കാക്കയുടെ പര്യായമായി തീരുന്നു. അപ്പൊ ഇത് മൂന്നും കാക്കയുടെ പര്യായമാണ്. വിശ്വകേതു പക്ഷേ കാക്കയുടെ പര്യായമല്ല. വിശ്വകേതു എന്നുള്ളത് ഒരു പുരാണ കഥാപാത്രമാണ് അല്ലെ. അനിരുദ്ധന്റെ പര്യായമാണ് വിശ്വകേതു. എല്ലായിടത്തും കൊടിക്കൂറയുള്ളവൻ, അല്ലെങ്കിൽ എല്ലായിടത്തും വിജയം ലഭിച്ചവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് വിശ്വകേതു അല്ലെങ്കിൽ അനിരുദ്ധൻ എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. പുരാണം പരിശോധിക്കുകയാണെങ്കിൽ ആരാണ് വിശ്വകേതു എന്ന കഥാപാത്രം? ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാരുണ്ടായിരുന്നു എന്നാണ് പുരാണം പറയുന്നത്. അവരിൽ രുക്മിണിയിൽ പ്രദ്യുമ്നന് മായാവതിയിൽ അനിരുദ്ധൻ എന്ന മകനും ജനിക്കുകയുണ്ടായി. ആ അനിരുദ്ധന്റെ മറ്റൊരു പേരാണെന്ത്? വിശ്വകേതു എന്നുള്ളത്. കിട്ടിയല്ലോ. കാക്കയുമായി യാതൊരു ബന്ധവുമില്ലാത്ത വാക്കാണ്. കാക്കയുടെ മറ്റു പര്യായ പദങ്ങൾ കൂടി പരിശോധിക്കാം. അരിഷ്ടം, ആത്മഘോഷം, ഏകദൃക്ക്, ഏകദൃഷ്ടി, കണ്ടകം, കരടം, കരടകം, കരടകൻ, കാകൻ, കാകം, കാണം, കൃഷ്ണം, ചിരഞ്ജീവി, ദിവാടനം, ദ്വികം, പരഭൃത്ത്, പിശുനം, ബലിബുക്ക്, ശക്രജം, ശ്രാവകം, വായസം. ഇതൊക്കെയാണ് കാക്കയുടെ പ്രധാനപ്പെട്ട പര്യായ പദങ്ങൾ. പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എല്ലാ പര്യായ പദങ്ങളും കൂടി ഒറ്റ ദിവസം ഇരുന്ന് പഠിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. നിങ്ങൾ എന്തേ ചെയ്യാവുള്ളൂ? ഒരു ദിവസം 3 വാക്ക്, പരമാവധി പോയാൽ 4 വാക്ക്, അത്രയും വാക്കുകളുടെ പര്യായ പദങ്ങളെ ഒരു ദിവസം കൊണ്ട് പഠിക്കാൻ ശ്രമിക്കാവൂ. എല്ലാം കൂടി ഒറ്റ ദിവസം കൊണ്ട് പഠിക്കാൻ ശ്രമിച്ചാൽ അത് നടക്കില്ല. പലരും ആവർത്തിച്ച് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് ഈ
സമാന പദങ്ങളും പര്യായ പദങ്ങളും പഠിക്കാൻ എളുപ്പ വഴിയുണ്ടോ? യാതൊരുവിധ കണക്ഷനും ഉണ്ടാവില്ല ഈ സമാന പദങ്ങൾക്ക്. ഇത് സംസ്കൃതത്തിൽ നിന്ന് കടമെടുത്തിട്ടുള്ള പദങ്ങളായിരിക്കും. പിന്നെ കോഡ് ഉപയോഗിച്ചുകൊണ്ട് പര്യായ പദങ്ങൾ പഠിക്കാം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? എത്ര കോഡ് എന്ന് വെച്ചുകൊണ്ടാണ് നമ്മളിങ്ങനെ മനഃപ്പാഠമാക്കുന്നത് അല്ലെ? ഒരുപാട് വാക്കുകളുടെ സമാന പദങ്ങളും പര്യായ പദങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. എല്ലാത്തിനും ഓരോ കോഡ് പഠിച്ചു വെച്ചാൽ അത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ സാധിക്കുമോ? ആ കോഡ് പഠിച്ചു വെക്കുന്ന സമയം കൊണ്ട് ഇതിന്റെ പര്യായ പദങ്ങൾ പഠിക്കുന്നതായിരിക്കും നല്ലത്. മലയാളത്തിലുള്ള എല്ലാ വാക്കുകളുടെ പര്യായ പദങ്ങളൊന്നും നമുക്ക് പഠിക്കണ്ട. ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ തന്നെ നിങ്ങളോട് പറയാറുണ്ട്, ഇത് പ്രധാനപ്പെട്ടതാണ്, ഇത് പ്രത്യേകം പരിഗണിക്കണം എന്നൊക്കെ ഞാൻ പറയാറുണ്ട്. അങ്ങനെയുള്ള വാക്കുകൾക്ക് മുൻതൂക്കം കൊടുത്താൽ മതി. പരീക്ഷയ്ക്ക് ആവർത്തിച്ച് ചോദിക്കുന്ന ചോദ്യങ്ങൾ വരുമ്പോൾ ഞാനത് തീർച്ചയായിട്ടും നിങ്ങളോട് പറയാറുണ്ട്. ഓക്കെ, അത്തരത്തിലൊരു വാക്കാണ് കേട്ടോ കാക്ക. ഒരുപാട് പരീക്ഷകളിൽ ചോദിച്ചിട്ടുണ്ട് കാക്കയുടെ പര്യായ പദങ്ങൾ. അരിഷ്ടം, ആത്മഘോഷം, ഏകദൃക്ക്, ഏകദൃഷ്ടി, കണ്ടകം, കരടം, കരടകം, കരടകൻ, കാകൻ, കാകം, കാണം, കൃഷ്ണം, ചിരഞ്ജീവി, ദിവാടനം, ദ്വികം, പരഭൃത്ത്, പിശുനം, ബലിബുക്ക്, ശക്രജം, ശ്രാവകം, വായസം. ഇതെല്ലാം തന്നെ ആരാണ്? കാക്കയുടെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. ചോദ്യം ഇതായിരുന്നു, ചുമ എന്നർത്ഥം വരുന്ന വാക്ക്. കല്യം, കലിക, കൽപ്പകം ഇത് മൂന്നും ചുമയുടെ പര്യായമല്ല. നേരത്തെ ഞാൻ പറഞ്ഞു ഹിന്ദിയിൽ നിന്ന് കടന്നു വന്ന വാക്കാണ് ഖാസ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിലെ കഫ്. അതാണ് മലയാളത്തിൽ എന്തായി മാറിയത്? കാസം എന്ന വാക്ക് അല്ലെങ്കിൽ ചുമയുടെ പര്യായമായിട്ട് മാറിയത്. നോക്കാം. ചുമയുടെ മറ്റൊരു പര്യായ പദമാണ് ക്ഷവധു. ക്ഷവധു എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? ചുമയുടെ പര്യായമാണ്. ഓപ്ഷനിൽ തന്നിട്ടുള്ള മറ്റു വാക്കുകൾ എടുത്ത് പരിശോധിച്ചാലോ? കല്യം എന്ന വാക്കിന് ശുഭം എന്നാണ് അർത്ഥം. കാല്യം എന്ന വാക്കിന് പ്രഭാതം എന്നാണ് അർത്ഥം. കലിക പൂമൊട്ടാണ്. കൽപ്പകം എന്ന വാക്ക് തെങ്ങിൻ്റെ പര്യായമാണ്. കൽപ്പക വൃക്ഷം എന്ന് നമ്മൾ വിളിക്കുന്ന എന്തിനെയാണ്? തെങ്ങിനെ തന്നെയാണ്. കല്യം ശുഭം, കാല്യം പ്രഭാതം, കലിക പൂമൊട്ട്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, കൂട്ടത്തിൽ പെടാത്തത് ഏത്? ആദർശം, ദർപ്പണം, കണ്ണാടി ഇത് മൂന്നും എന്താണ്? കണ്ണാടിയുടെ തന്നെ പര്യായമാണ്. കൈതവം എന്ന വാക്കാണ് വേറിട്ട് നിൽക്കുന്നത്. കൈതവത്തിന് അർത്ഥം എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ചതി, വഞ്ചന, കള്ളം, വ്യാജം എന്നൊക്കെ അർത്ഥം വരുന്ന വാക്കാണ് കൈതവം. കൈരവം എന്ന് പറഞ്ഞാൽ അത് ആമ്പലിന്റെ പര്യായമാണ് കേട്ടോ. കൈതവം എന്ന വാക്കും കൈരവം എന്ന വാക്കും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ആ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ വേറിട്ട് നിന്നത് ആരായിരുന്നു? കൈതവം ആയിരുന്നു. കിട്ടിയല്ലോ. അടുത്ത ചോദ്യം നോക്കാം. സമാന പദം ഏത്? ഇനൻ. ഇനൻ കാറ്റല്ല, തീയല്ല, വെയിലല്ല, പിന്നെയോ സൂര്യന്റെ പര്യായമാണ്. എന്നാൽ ഇനൻ എന്ന വാക്കിന് സൂര്യൻ എന്ന് മാത്രമല്ല അർത്ഥമുള്ളത്. നോക്കിക്കേ, സൂര്യനെന്നും രാജാവെന്നും പ്രഭുവെന്നും യജമാനൻ എന്നും അർത്ഥം വരുന്ന വാക്കാണേത്? ഇനൻ എന്നുള്ളത്. ഇനി ബാക്കിയുള്ള വാക്കുകളുടെ പര്യായ പദങ്ങൾ പരിശോധിക്കാം. കാറ്റിന്റെ പര്യായ പദങ്ങൾ സമീരൻ, സമീരണൻ, പവനൻ, പവമാനൻ, സഭാഗതി, മരുത്, അനിലൻ, ആശുകൻ, മാരുതൻ, വാദം ഇതൊക്കെ തന്നെയും ആരാണ്? കാറ്റിന്റെ പര്യായ പദങ്ങളാണ്. ഇതിൽ പവനൻ എന്ന പേരിൽ ഒരു എഴുത്തുകാരൻ കൂടിയുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ 100ാം ജന്മവാർഷികമാണ് 2025. പവനൻ PV നാരായണൻ നായരാണ് കേട്ടോ. പിന്നെ തീയുടെ പര്യായ പദങ്ങൾ അഗ്നി, അനലൻ, അനിലൻ. ഉണ്ടോ? അനിലൻ എന്നുള്ളത് കാറ്റിന്റെ പര്യായമാണ്. ആ വള്ളി മാറ്റിയാൽ അനലനായി. അനലൻ ആരാണ്? അഗ്നിയുടെ പര്യായ പദമാണ്. ദഹനൻ, ജാതവേദസ്, വന്നി, ശിഖി, വൈശ്വാനരൻ, പാവകൻ എന്നിവ എന്താണ്? അഗ്നിയുടെ പര്യായ പദങ്ങളാണ്. അതുപോലെ വെയിലിന്റെ പര്യായ പദങ്ങൾ പ്രകാശം, ദ്യോതം, ആതപം, പ്രതാപം എന്നിവ എന്താണ്? വെയിലിന്റെ പര്യായ പദങ്ങളാണ്. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്, ശൈലിയുമായി പഴഞ്ചൊല്ലുമായി ബന്ധപ്പെട്ട ചോദ്യം. ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിലും കുത്താം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അധ്വാനത്തിന്റെ മഹത്വമാണ്. നല്ലതുപോലെ പാടത്ത് അധ്വാനിക്കുകയാണെങ്കിൽ നല്ലതുപോലെ മൃഷ്ടാന്നം ചോറുണ്ണാൻ സാധിക്കും. അപ്പോൾ അധ്വാനത്തിന് അതിൻ്റെതായ മഹത്വമുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുന്ന പഴഞ്ചൊല്ലാണ് ഏത്? ചേറ്റിൽ കുത്തിയ കൈ ചോറ്റിൽ കുത്താം എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ഏതാനും ചൊല്ലുകൾ പരിശോധിക്കാം. അകപ്പെട്ടാൽ പന്നി ചുരക്കയും തിന്നും,
ഗത്യന്തരമില്ലാതായാൽ ബലവാനും അടിയറവ് പറയും. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ളത് ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും എന്ന പ്രയോഗമായിരിക്കും. അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന മറ്റൊരു ചൊല്ലാണ് അകപ്പെട്ടാൽ പന്നി ചുരക്കയും തിന്നും എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇത്തരത്തിൽ അധികം കേട്ടിട്ടില്ലാത്തത് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും പരീക്ഷയ്ക്ക് ചോദ്യമായിട്ട് വരുന്നത്. മറ്റൊന്ന്, മണ്ണാന്റെ കഴുത. സ്വൈരം കെട്ട ജീവിതത്തെയാണ് മണ്ണാന്റെ കഴുത എന്ന് പറയുന്നത്. മണ്ണാൻ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് മനസ്സിലായോ? പണ്ടുകാലത്ത് അലക്കുക എന്ന ജോലി ചെയ്തിരുന്നത് ഒരു പ്രത്യേക ജനവിഭാഗമാണ്. ആ ജനവിഭാഗത്തെയാണ് മണ്ണാന്മാർ എന്ന് വിളിക്കുന്നത്. മണ്ണാന്മാർ അലക്കിയ തുണിയും അലക്കാനുള്ള തുണിയും ആരുടെ പുറത്ത് കയറ്റിയാ കൊണ്ടുപോകുന്നത്? കഴുതപ്പുറത്ത് കയറ്റിയാണ് അല്ലേ. അപ്പൊ എന്താ പ്രശ്നം? സാധാരണ ഒരു സൈഡിലേക്ക് മാത്രമേ നമുക്ക് അധ്വാനിച്ചാൽ മതിയാകൂ. ഏത് പണിയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ആള് വലിക്കുന്ന റിക്ഷയാണെങ്കിൽ അവരെ ഏത് സ്ഥലത്താണോ കൊണ്ട് എത്തിക്കേണ്ടത് അവിടെ എത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ പണി തീർന്നു. പിന്നെ അവർക്ക് കാലിയായി സുഖമായി വണ്ടി ഓടിച്ചുകൊണ്ട് വരാം. പക്ഷേ മണ്ണാന്റെ കഴുതയുടെ പ്രത്യേകത എന്താണ്? അങ്ങോട്ട് പോകുമ്പോൾ അലക്കിയ തുണിയാണെങ്കിൽ ഇങ്ങോട്ട് വരുമ്പോഴെന്തായിരിക്കും? അലക്കാനുള്ള തുണിയായിരിക്കും. എപ്പോൾ നോക്കിയാലും അതിൻ്റെ മുതുകത്ത് എന്തുണ്ടാകും? വിഴുപ്പ് ഭാണ്ഡം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഭാരം അതിൻ്റെ മുതുകത്ത് എപ്പോഴും ഉണ്ടാകും. യാതൊരു സ്വൈരവും അതിനുണ്ടാവില്ല. അതാണ് മണ്ണാന്റെ കഴുത അല്ലേ. സ്വൈരം കെട്ട ജീവിതം. നമ്മളിപ്പോൾ പട്ടിപ്പണി എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. ആധുനിക ശൈലിയാണ്. എന്നും പണ്ടില്ലാതിരുന്ന ശൈലികളാണ് പട്ടിപ്പണി. ഏതാണ്ട് ആ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ശൈലിയാണ് മണ്ണാന്റെ കഴുത. കിട്ടിയല്ലോ. മറ്റൊന്ന്, കോമരം തുള്ളുക. പരപ്രേരണ കൊണ്ട് എന്തും പ്രവർത്തിക്കുക. ശരിക്കും ഇത് നല്ല അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കാണ് കേട്ടോ. കോമരം തുള്ളൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? കൊടുങ്ങല്ലൂർ ഭരണിയുമായി ബന്ധപ്പെട്ടതാണ് അല്ലേ. കോമരം വരവ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. വെളിച്ചപ്പാടിനെയാണ് കോമരം എന്നൊക്കെ പറയാറുള്ളത്. ദൈവത്തിൻ്റെ തന്നെ പ്രേരണ കൊണ്ടാണ് അവർ തുള്ളുന്നത് എന്നാ പറയുന്നത്. അപ്പോൾ അതായിരുന്നു ശരിക്കും കോമരം. പിന്നീട് ഇത് ശൈലിയായി മാറിയപ്പോൾ എന്തായി? മറ്റൊരാളുടെ പ്രേരണ കൊണ്ട് ഒരാൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, സ്വന്തമായ ഒരു അഭിപ്രായം ഇല്ലാതെ മറ്റുള്ളവർ പറയുന്നതിനനുസരിച്ച് തീരുമാനങ്ങൾ മാറ്റുന്ന, സ്വന്തമായി തീരുമാനങ്ങൾ ഇല്ലാത്ത ഒരുവനെ പരിഹസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവൻ ആരുടെയെങ്കിലും വാക്ക് കേട്ടാൽ കോമരം തുള്ളാനിരിക്കുകയാണ് എന്ന് പറയാറുള്ളത്. കിട്ടിയല്ലോ. മറ്റൊന്ന്, കോയിത്തമ്പുരാൻ. ഈ യാ മാറ്റി ഴീയാക്കിയാലും അർത്ഥത്തിന് മാറ്റമുണ്ടാവില്ല. കോഴി എന്ന് നമ്മൾ പ്രയോഗിക്കാറുണ്ട് അല്ലേ. ഹെൻ പെക്ഡ് എന്ന് ഇംഗ്ലീഷിലും പ്രയോഗിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഭാര്യയുടെ വരുതിയിൽ നിൽക്കുന്ന ഭർത്താവ് അല്ലേ. അവനൊരു കോഴിത്തരം കാണിക്കുന്നുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അല്ലേ. കോയിത്തമ്പുരാൻ എന്ന ശൈലി കൊണ്ടും അത് തന്നെയാണ് അർത്ഥമാക്കുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഏതാനും ചോദ്യങ്ങളാണ് ഇവിടെ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. പരിഭാഷയാണ് ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. വിത്ത് ഗുണം 10 ഗുണം. ആസ് യു സോ സോ ഷാൽ യു റീപ്പ്. എന്താണ്? വിതച്ചതേ കൊയ്യൂ എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ബൈബിൾ വചനമാണ്. മറ്റ് ചില പരിഭാഷകൾ പരിശോധിക്കാം. ഹെഡ് ഇൻ ദി ക്ലൗഡ്സ് എന്ന് പറയണം. അവൻ്റെ തല ആകാശത്താണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? to be out of touch with the everyday world and to be unrealistic because of it. Often daydreaming. ദിവാസ്വപ്നം കാണുക അല്ലേ, പകൽ സ്വപ്നം കാണുക എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. എപ്പോഴും ഇങ്ങനെ വേറൊരു ലോകത്തായിരിക്കും അവൻ. ഈ ലോകത്തൊന്നുമല്ല, വേറെ ഏതോ ലോകത്താണ് എന്ന് നമ്മൾ പറയാറുണ്ട്. അത്തരത്തിൽ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ഫ്രേസാണ് ഹെഡ് ഇൻ ദി ക്ലൗഡ്സ്. അവൻ്റെ തലയ്ക്കുള്ളിൽ ആകാശമാണെന്നർത്ഥം വരുന്ന ശൈലി ഈ അർത്ഥത്തെയാണ് കുറിക്കുന്നത്. ഇനി ഇൻ ദ ക്ലൗഡ്സ് എന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞാലോ, നോട്ട് ഫുള്ളി അവെയർ ഓർ ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. ഓൾസോ ക്യാൻ ബി റെഫർ ടു സംതിങ് ദാറ്റ് ഈസ് അപ്പ് ഇൻ ദി എയർ ഓർ അൺസർട്ടൻ. ഹെഡ് ഇൻ ദി ക്ലൗഡ്സ് അത്രയും പ്രശ്നമില്ല, ഫുള്ളായിട്ട് മറ്റൊരു ലോകത്തല്ല. പിന്നെയോ ഫുള്ളി അവെയർ ഓർ ഇൻ ടച്ച് വിത്ത് റിയാലിറ്റി. എപ്പോഴും ഇവിടെ ആബ്സെന്റ് മൈൻഡഡ് എന്ന് പറയാറുണ്ട് അല്ലേ. ആബ്സെന്റ് മൈൻഡഡ്, ചിലപ്പോൾ സംസാരിച്ചിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലരുടെ ചിന്ത, ഓർമ്മ ഒക്കെ മറ്റൊരു കാര്യത്തിലേക്ക് ഇങ്ങനെ പോകും. എന്നിട്ട് ഇടയ്ക്ക് വെച്ച് ഇപ്പം എന്താ ചോദിച്ചത് എന്ന് ഇടയ്ക്ക് ചോദിക്കാറുണ്ട് അല്ലേ. അത്തരം ആൾക്കാരെയാണ് എന്തോ പറയുന്നത്, ഇൻ ദി ക്ലൗഡ്സ്, ഹി ഈസ് ലിവിങ് ഇൻ ദി ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ അവൻ റിയലിസ്റ്റിക് അല്ല, സബ് റിയലിസ്റ്റിക് ആണ്. കുറച്ച് ഇവിടെ ഉണ്ടാകും, കുറച്ച് അവിടെയും ഉണ്ടാകും. മറ്റൊന്ന്, കാസ്റ്റ് എ ക്ലൗഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ബ്രിങ് അബൌട്ട് എ ഫീലിംഗ് ഓഫ് ഗ്ലൂം ഓർ ട്രബിൾ. ദ സ്കാൻഡൽ കാസ്റ്റ് എ ക്ലൗഡ് ഓവർ ഹിസ് ടെന്യൂർ ആസ് CEO.
അതായത് എപ്പോഴും ഒരു പ്രശ്നത്തിലാണ് എന്നൊരു ചിന്താഗതി, എപ്പോഴും ഒരു മനസ്സിനെ പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരുന്നാൽ ആ മനസ്സിനെ സൂചിപ്പിക്കാനാണ് കാസ്റ്റ് എ ക്ലൗഡ് എന്ന ശൈലി പ്രയോഗിക്കുന്നത്. മറ്റൊന്ന് ക്ലൗഡ് ഓഫ് സസ്പീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിറ്റുവേഷൻ ഇൻ വിച്ച് സംവൺ ഈസ് സസ്പെക്റ്റഡ് ഓഫ് സംതിങ് എസ്പെഷ്യലി റോങ് ഡൂയിങ്. എ ക്ലൗഡ് ഓഫ് സസ്പീഷൻ ഹാസ് hung over the politician since the allegations of corruption surfaced. Someone is suspected of something. അതായത് ക്ലൗഡ് ഓഫ് സസ്പീഷൻ, സംശയത്തിന്റെ നിഴലിൽ എന്ന് മലയാളത്തിൽ പ്രയോഗിക്കാറുണ്ട്. തത്തുല്യമായ ഇംഗ്ലീഷ് പ്രയോഗമാണ് ക്ലൗഡ് ഓഫ് സസ്പീഷൻ. കിട്ടിയല്ലോ. ഒരെണ്ണം കൂടി, ക്ലൗഡ് ഓഫ് അൺസർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? എ സിറ്റുവേഷൻ ഇൻ വിച്ച് things are not clear or are uncertain. തിങ്സ് ഒന്നും അങ്ങോട്ട് ക്ലിയർ ആകുന്നില്ല. ഒരു ഉദാഹരണം നോക്കിക്കേ. ദ കമ്പനീസ് ഫ്യൂച്ചർ ഹാസ് ബീൻ അണ്ടർ എ ക്ലൗഡ് ഓഫ് അൺസർട്ടേണിറ്റി സിൻസ് ദ ന്യൂസ് ഓഫ് ദി മെർജർ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു അവസ്ഥയെക്കുറിച്ചൊരു വ്യക്തത ഇല്ലാതിരിക്കുക, ആ അർത്ഥത്തിൽ കുറിക്കുന്ന ശൈലിയാണ് ക്ലൗഡ് ഓഫ് അൺസർട്ടേണിറ്റി. അൺസർട്ടേണിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ അതാണ് അല്ലേ, തീർച്ചയില്ലാത്തത് എന്നുള്ള അർത്ഥത്തിലാണ്. ഒരു ആശയക്കുഴപ്പം സംഭവിച്ച അവസ്ഥ, അതിനെയാണ് ക്ലൗഡ് ഓഫ് അൺസർട്ടേണിറ്റി എന്ന് പ്രയോഗിക്കുന്നത്. ക്ലൗഡ് വെച്ച് അല്ലേ ഉപയോഗിക്കാറുള്ള ഏതാനും ചില പ്രയോഗങ്ങളെയാണ് നമ്മളിവിടെ പരിചയപ്പെട്ടത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതാണ്: സഹജം എന്ന വാക്കിന്റെ വിപരീതം എഴുതുക. സഹജം എന്ന് പറഞ്ഞാൽ ജന്മനാ ഉള്ളത്, നമുക്ക് അഭ്യാസമൊന്നും ജനിച്ചപ്പോൾ തന്നെ കഴിയും. ഇപ്പൊ മോഹൻലാലിനെ കുറിച്ചൊക്കെ പറയാറുണ്ട് അല്ലേ, അഭിനയിക്കാൻ വേണ്ടിയാണ് ജനിച്ചിരിക്കുന്നത് എന്ന് പറയാറുണ്ട്, അഭിനയത്തിന് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതം എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് സഹജമായ വാസനയാണ് എന്ത്? അഭിനയം എന്ന് പറയാം. മറ്റു ചിലരെങ്ങനെയായിരിക്കും? അവർ അഭ്യാസത്തിലൂടെ അല്ലെ, നിരന്തരമായ പ്രാക്ടീസിലൂടെ, റിഹേഴ്സലിലൂടെ അവർ അഭിനയിച്ചതായിരിക്കാം, അല്ലെങ്കിൽ അഭിനയത്തിൽ പേര് നേടിയെടുത്തവരായിരിക്കാം. അങ്ങനെയുള്ളവരെ നമുക്ക് എന്തു പറയാം? ആർജിത വാസനയാണെന്ന് പറയാം. കിട്ടിയല്ലോ. സഹജവാസന ജനിച്ചപ്പോഴേ ഉള്ളത്, ആർജിത വാസന ആർജിച്ചെടുത്തത്, അഭ്യാസങ്ങളിലൂടെ നേടിയെടുത്തത് എന്നർത്ഥത്തിൽ പ്രയോഗിക്കുന്ന വാക്കാണ്. അങ്ങനെയാണെങ്കിൽ സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ചില വിപരീത പദങ്ങൾ. ഓപ്ഷനിലുണ്ടായിരുന്ന രഹിതം അല്ലെ, അതിന്റെ വിപരീതം എന്താണ്? സഹിതം. സഹിതം എന്ന് പറഞ്ഞാൽ അതോട് കൂടിയത്, രഹിതം എന്ന് പറഞ്ഞാലോ അതില്ലാത്തത് എന്നാണ് വാക്കിന്റെ അർത്ഥം. പിന്നെ ആർജവം വിപരീതം വക്രത. ആർജവം എന്ന് പറഞ്ഞാൽ എന്താ? നേരവാ നേരപോ എന്ന ബുദ്ധി. ആർജവം എന്ന വാക്കിന് മറ്റൊരു അർത്ഥം കൂടിയുണ്ട് കേട്ടോ. ആർജവം എന്ന വാക്കിന് ഈ പറയുന്നത് പോലെ ഋജുവായത് എന്നുകൂടി അർത്ഥമുണ്ട്. നേരെയുള്ളത്, അതുപോലെ തന്നെ ആർജിതം. ആർജിതം എന്ന വാക്ക് ഇവിടെ കിടക്കുന്നത് കൊണ്ടാണ്. ആർജവം എന്ന് പറഞ്ഞാൽ നേരവാ നേരപോ, വക്രത എന്ന് പറഞ്ഞാൽ എന്താണ്? വളഞ്ഞത് എന്ന അർത്ഥത്തിൽ പ്രയോഗിക്കുന്നതാണ്. ആർജിതം, ഇതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ സഹജം, ആർജിതം അതേ അർത്ഥം വരുന്ന വാക്കുകളാണ് കേട്ടോ. സഹജം കണ്ടോ, സഹജം, നൈസർഗികം രണ്ടിനും ഒരേ അർത്ഥമാണ്. നൈസർഗിക വാസന എന്ന് പറഞ്ഞാലും ഈ പറയുന്നത് പോലെ ജന്മനാ ഉള്ള വാസന എന്നർത്ഥം. ആർജിതം എന്ന് പറഞ്ഞാലോ നേടിയെടുത്തത്. സ്വകീയം വിപരീതം പരകീയം. സ്വകീയം സ്വന്തമായിട്ടുള്ളത്, പരകീയം കടം കൊണ്ടത്. മലയാള ഭാഷയിലെ പദങ്ങളെ സ്വകീയ പദങ്ങളെന്നും പരകീയ പദങ്ങളെന്നും രണ്ടായി തിരിക്കാം. സ്വകീയ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? മലയാള ഭാഷയ്ക്ക് തനതായി അല്ലെ സ്വന്തമായിട്ടുള്ള സമ്പത്ത്, പദസമ്പത്തിനെയാണ് സ്വകീയ പദങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ മലയാള ഭാഷ എന്ത് ചെയ്യാറുണ്ട്? നേരത്തെ പറഞ്ഞതുപോലെ സംസ്കൃതത്തിൽ നിന്നോ ഇംഗ്ലീഷിൽ നിന്നോ ഹിന്ദിയിൽ നിന്നോ ഒക്കെ, തമിഴിൽ നിന്നോ ഒക്കെ വാക്കുകളെ കടം കൊള്ളാറുണ്ട്. അന്യഭാഷയിൽ നിന്ന് കൈക്കൊണ്ട അത്തരം പദങ്ങളെയാണ് എന്തു പറയുന്നത്? പരകീയ പദങ്ങൾ എന്ന് പറയുന്നത്. സ്വന്തമായുള്ളത് സ്വകീയം, കടം കൊണ്ടത് പരകീയം. ഒരെണ്ണം കൂടി, സഫലം വിപരീതം വിഫലം. സഫലം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തിനു വേണ്ടിയിട്ടാണോ ഒരു കാര്യം ചെയ്തത് അത് വിജയത്തിൽ കലാശിച്ചാൽ ആ പ്രവൃത്തി സഫലമായി എന്ന് പറയാം. എൻ്റെ ജീവിതം ക്ലാസ് എടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അധ്യാപനമാണ് എൻ്റെ ജീവിതം. അപ്പോൾ ജീവിത അവസാനം വരെ എനിക്ക് ക്ലാസ് എടുക്കാൻ സാധിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്തു പറയാം? എൻ്റെ ജീവിതം സഫലമായി എന്ന് പറയാം. എന്തെങ്കിലും കാരണം കൊണ്ട് എനിക്ക് ഞാൻ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ കുട്ടികളിലേക്ക് എത്തിച്ചേരുന്നില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ
പ്രവൃത്തികൾ, എൻ്റെ ധർമ്മങ്ങൾ, അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയും എന്താണ്? വിഫലമാണ്. അത് ഫലമില്ലാതെ പോകുന്നു. ഫലം കിട്ടിയത് സഫലം, ഫലമില്ലാതെ പോകുന്നത് വിഫലം. കിട്ടിയല്ലോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം ഇതായിരുന്നു: ശ്രോതാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം. ശ്രോതി, ശ്രോതിണി, ശ്രോതിക തുടങ്ങിയ വാക്കുകൾ ഇല്ല, നമുക്ക് ഉപേക്ഷിക്കാം. കേൾക്കുന്നവൻ എന്നർത്ഥം വരുന്ന വാക്ക് ശ്രോതാവാണെങ്കിൽ കേൾക്കുന്നവൾ ആരാണ്? ശ്രോത്രി ആണ്. തെറ്റിക്കരുത്. ഇത്തരത്തിൽ സമീപകാലത്ത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഏതാനും എതിർലിംഗ പദങ്ങൾ. അപരാധം ചെയ്തവൻ അപരാധിയാണെങ്കിൽ അപരാധം ചെയ്തവൾ ആരാണ്? അപരാധിനിയാണ്. മറ്റൊന്ന്, ഒറ്റയ്ക്കിരിക്കുന്നവൻ ഏകാഗിയുമാകാം ഏകനുമാകാം. ഏകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദമല്ല ഏകാഗി എന്നുള്ളത്. ഏകൻ എന്നുള്ളതും ഏകാഗി എന്നുള്ളതും പുല്ലിംഗ പദങ്ങളാണ്. രണ്ടിൻ്റെയും സ്ത്രീലിംഗ പദമാണ് ഏത്? ഏകാകിനി. ഒറ്റയ്ക്കിരിക്കുന്നവൾ ആരാണ്? ഏകാകിനിയാണ്. മറ്റൊന്ന്, കർഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം. പലരും പലതും പറയാറുണ്ട്. കർഷക പറയാറുണ്ട്, കർഷിക പറയാറുണ്ട്. പക്ഷേ PSC അംഗീകരിച്ചിട്ടുള്ള ഉത്തരം കർഷകൻ എന്ന വാക്കിന്റെ സ്ത്രീലിംഗ പദം ഏതാണ്? കർഷകിയാണ് കേട്ടോ. കർഷക എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയെ സംബന്ധിച്ചത്. കർഷക വായ്പ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃഷിയെ സംബന്ധിച്ച ലോൺ, അല്ലെങ്കിൽ കാർഷിക ലോൺ അല്ലെ, അതേ അർത്ഥത്തിൽ പറയുന്നതാണ്. കർഷക വായ്പ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അപ്പൊ കർഷകന്റെ സ്ത്രീലിംഗ പദം കർഷകിയാണ്. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഒരു ആണാണെങ്കിൽ അല്ലെ, ഹൗസ് ഹോൾഡ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്നത് അച്ഛനാണെങ്കിൽ അദ്ദേഹത്തെ എന്ത് വിളിക്കാം? ഗൃഹി എന്ന് വിളിക്കാം. അമ്മയാണെങ്കിലോ ഗൃഹിണി എന്ന് വിളിക്കാം. ഗൃഹനാഥൻ, ഗൃഹനാഥ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളാണ് ഗൃഹിയും ഗൃഹിണിയും. മറ്റൊന്ന്, ഘാതകൻ, ഘാതകി. ഘാതകം, ഘാതകം എന്ന് പറഞ്ഞാൽ കൊലപാതകം മാത്രമല്ല, എന്ത് ക്രൂരകൃത്യങ്ങളെയും സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വാക്കാണ് കേട്ടോ ഘാതകം. ഘാതകൻ എന്ന് പറഞ്ഞാൽ കൊലപാതകി എന്ന അർത്ഥത്തിലാണ് ഇന്ന് സജീവമായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ എത്ര ക്രൂരമായ, ഏത് ക്രൂരമായ പ്രവൃത്തി ചെയ്താലും അവൻ ആര് തന്നെയാണ്? ഘാതകൻ തന്നെയാണ് കേട്ടോ. അപ്പൊ അതിന്റെ സ്ത്രീലിംഗ പദം എന്താണ്? ഘാതകി. മറ്റൊന്ന്, ചോരൻ, ചോരി. കള്ളൻ, കള്ളി എന്ന് പറയുന്നത് പോലെ ചോരൻ കള്ളനാണ്, കള്ളി ചോരിയാണ്. മോഷ്ടാവ് എന്ന വാക്കിന്റെ എതിർലിംഗ പദം മോഷ്ടിയാണ്. കള്ളൻ കള്ളിയാണ്, ചോരൻ ചോരിയാണ്. പിന്നെ ദാതാവ്, ധാത്രി. നൽകുന്നവൻ ദാതാവ്, നൽകുന്നവൾ ധാത്രി. ഭിക്ഷു എന്ന വാക്കിന് രണ്ട് എതിർലിംഗ പദങ്ങളുണ്ട്, ശ്രദ്ധിക്കുക. ഭിക്ഷു എന്ന് പറഞ്ഞാൽ ഭിക്ഷയാചിക്കുന്നവൻ, പുല്ലിംഗ പദമാണ്. അതിന്റെ സ്ത്രീലിംഗ പദം ഏതൊക്കെയാകാം? ഭിക്ഷുകി. കുമാരനാശാന്റെ പ്രസിദ്ധമായ ചണ്ടാല ഭിക്ഷുകി എന്ന കൃതി നമുക്കറിയാവുന്നതാണ്. ഭിക്ഷുണി എന്ന് പറഞ്ഞാലും അതേ അർത്ഥം തന്നെയാണ് ലഭിക്കുക. ഭിക്ഷയാചിക്കുന്നവൾ ഭിക്ഷുകിയുമാകാം ഭിക്ഷുണിയുമാകാം. രണ്ടിൻ്റെയും പുല്ലിംഗ പദം ഏത് തന്നെ? ഭിക്ഷു എന്ന് തന്നെ. കിട്ടിയല്ലോ. അവസാനമായിട്ട് ഒരു ചോദ്യം കൂടിയുണ്ട്. പൊൻ അധികം കുടം ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? പൊൽക്കുടം എന്നാണ് കിട്ടുക. അത് ചില വ്യാകരണ നിയമങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അത് നമ്മുടെ ബേസിക് ആയിട്ട് ക്ലാസ് തൊട്ട് പറയുമ്പോൾ തന്നെ ഞാനത് പറയുന്നില്ല. പിന്നീട് ഒരു അവസരത്തിൽ കുറച്ച് ക്ലാസ്സുകളൊക്കെ കേട്ട് കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കടക്കാം. ഇപ്പൊ ഇത് ഓർത്തു വയ്ക്കുക. പൊൻ അധികം കുടം പൊന്നും കുടമോ പൊന്നിൻ കുടമോ അല്ല, അത് പൊൽക്കുടമാണ്. കേരള പാണ്ഡിത്യത്തിൽ നിന്നുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ട് പരീക്ഷയ്ക്ക് അത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇത്തരത്തിൽ ചില പിരിച്ചെഴുത്ത് ചേർത്തെഴുത്ത് വാക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. വിദ്യുത്ത് അധികം ശക്തി ചേർത്തെഴുതുമ്പോൾ എന്ത് കിട്ടും? വിദ്യുത് ശക്തി എന്ന് കിട്ടും. അതൊരു നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. തായും ശായും കൂടി ചേർന്നാൽ അത് എന്തായി മാറും? ചായും ചായുമായിട്ട് മാറും എന്ന നിയമമുണ്ട്. ആദ്യത്തെ വാക്ക് തായിൽ അവസാനിക്കുകയും രണ്ടാമത്തെ വാക്ക് ശായിൽ ആരംഭിക്കുകയും ചെയ്താൽ ചേർത്തെഴുത്തിൽ ആരുണ്ടാകും? ഛ ഉണ്ടാകും. ഇതാ മറ്റൊരു ഉദാഹരണം നോക്കിക്കേ. ജീവത്ത് അധികം ശവം ചേർത്തെഴുതുമ്പോൾ എന്താ കിട്ടുക? ജീവച്ഛവം എന്നാണ് കിട്ടുക. അപ്പൊ ജീവച്ഛവം എന്ന വാക്ക് പിരിച്ചെഴുതാൻ തന്നാൽ നമ്മളിപ്പോൾ പിരിച്ചെഴുതും, ചേർത്തെഴുതാൻ പറഞ്ഞാലും നമ്മൾ ചേർത്തെഴുതും. ശരിയായിട്ട് എഴുതേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാലും നമ്മൾ എഴുതും. കാരണം എന്താ? അതിൻ്റെ പിന്നിലുള്ള നിയമം നമുക്കറിയാം അല്ലേ? മറ്റൊരു വാക്ക് നോക്കിക്കേ. ഈ അധികം ആൾ, ഇയാൾ എന്ന് കിട്ടും കേട്ടോ. ഈ അധികം അൾ എന്താണ്? ഇവളാണ്. ഈ അധികം അൾ ഇവൾ. ആ അധികം അൾ അവൾ. ആ അധികം അൻ അവൻ കേട്ടോ.
മറ്റൊന്ന് വിൺ അധികം തലം എന്തായി മാറും? വിണ്ടലം. ആദേശസന്ധിയാണ്. ഈ തായുടെ സ്ഥാനത്ത് ആര് വന്നു? ടാ വന്നു. ഡാ എന്ന അക്ഷരം ആരൊക്കെ ചേർന്നതാണ്? നായും ടായും ചേർന്നതാണ്. വിൺ അധികം തലമാണ് വിണ്ടലം. താ പോയിട്ട് ടാ വന്നതുകൊണ്ട് ആദേശസന്ധി. വിദ്യുത് ശക്തി, ജീവച്ഛവം ഇത് രണ്ടും ഏത് തന്നെയാണ്? ആദേശസന്ധിയാണ്. രണ്ടക്ഷരങ്ങൾ പോയിട്ട് പകരം രണ്ടക്ഷരം വന്നതുകൊണ്ട്. ഈ അധികം ആൾ ഇയാൾ, ഈ അധികം അൾ ഇവൾ, ആ അധികം അൻ അവൻ, അതൊക്കെ ആഗമസന്ധിക്ക് ഉദാഹരണങ്ങളാണ്. തിരു അധികം ഓണം തിരുവോണം. കണ്ടോ, ഊവും ഓയും കൂടി ചേർന്നപ്പോഴത്തേക്കും ചേർത്തെഴുത്തിൽ ആര് വന്നു? വാ എന്ന അക്ഷരം വന്നു. ഇവിടെ ഊ എന്ന ശബ്ദത്തിനോടൊപ്പം ഏതൊരു സ്വരാക്ഷരം ചേർന്നാലും ചേർത്തെഴുത്തിൽ വാ എന്ന അക്ഷരം ആഗമിക്കും എന്ന നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് സംഭവിച്ചത്. തിരു അധികം ആതിര ചേർത്തെഴുതുമ്പോൾ എന്തു വരും? തിരുവാതിര എന്ന് വരും. ആഗമസന്ധിയാണ്. അതുപോലെ മറ്റൊന്ന് അതി അധികം ആവശ്യം എന്താ വരുന്നേ? അത്യാവശ്യം എന്ന് വരും. ഈ എന്ന ശബ്ദത്തോടു കൂടിയാണ് ഏതെങ്കിലും ഒരു സ്വരാക്ഷരം ചേരുന്നതെങ്കിലോ ചേർത്തെഴുത്തിൽ ആരുണ്ടാകും? യാ എന്ന ശബ്ദം ഉണ്ടാകും. അല്ലെങ്കിൽ യായുടെ ചിഹ്നമായ ഇത് ഉണ്ടാകും. അല്ലെ? പ്രതി അധികം ഏകം ചേർത്തെഴുതുമ്പോ എന്താ കിട്ടുക? പ്രത്യേകം എന്നാണ് കിട്ടുക. എന്തുകൊണ്ടാ പ്രത്യേകം എന്ന് കിട്ടിയത്? ആദ്യത്തെ വാക്ക് ഈ എന്ന ശബ്ദത്തിൽ അവസാനിച്ചിരിക്കുന്നു. രണ്ടാമത്തെ വാക്ക് എ എന്ന സ്വരാക്ഷരത്തിൽ ആരംഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ചേർത്തെഴുത്തിൽ ആര് വന്നു? യാ വന്നു. യായുടെ ചിഹ്നമായ ഈ ചിഹ്നം വന്നു. അതുകൊണ്ടാണ് പ്രതി അധികം ഏകം എന്താകുന്നത്? പ്രത്യേകം എന്നാകുന്നത്. ഇത് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കുക. എല്ലാ നിയമങ്ങളും കൂടി ഒന്നിച്ചു പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകാൻ സാധ്യതയുണ്ട് എന്ന് എനിക്കറിയാം. എന്നാലും സമീപകാലത്തെ പരീക്ഷകളിൽ ചോദിച്ച വാക്കുകളായതുകൊണ്ട് ഇവിടെ സൂചിപ്പിച്ചു എന്ന് മാത്രം. തുടർന്നു വരുന്ന ക്ലാസ്സുകളിലും ഇതിനെക്കുറിച്ച് ആഴത്തിൽ വിശദമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വൊക്കാബുലറിയെ ബേസ് ചെയ്തുകൊണ്ടുള്ള, ഇതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു മാതൃകാ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു സെഷനുമായി നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തേക്ക് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.